ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ വരട്ടിയതാണ്. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് മട്ടൻ്റെ അത് കുക്കായി വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് മട്ടൺ തയ്യാറാക്കുന്നത്. അതായത് ഇതിലൊരു സ്പെഷ്യൽ മസാല കൂട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി മട്ടൺ ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫോ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. മട്ടൺ വരട്ടിയത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇത്രയും വലുപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് ഞാനിതിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലും നെയ്യും ചേർന്നിട്ടുള്ള നല്ല മൂത്ത മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഈ മട്ടണിലോട്ട് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 4 സ്പൂൺ മീറ്റ് മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. ഇനി കറിവേപ്പിലയാണ്. കറിവേപ്പില ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിവാക്കാതെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഈ മസാലയെല്ലാം ഇതിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നീട് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മട്ടൺ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ അടുപ്പിച്ചിട്ടാണ് കേട്ടോ ഞാനിതിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. മട്ടൺ വെന്തോന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് എടുത്തതിന് ശേഷം അത് കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് മുറിച്ച് നോക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ വിട്ടു പോരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. മട്ടന് കൂടുതൽ വേവുള്ളതുകൊണ്ട് വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും 1 വിസിൽ കൂടി അടുപ്പിച്ചതിന് ശേഷം നോക്കുക. ഇനി നമുക്ക് മട്ടൺ വരട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചൂടുകട്ടിയുള്ള ഒരു ചീനിച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 കൂടം വെളുത്തുള്ളി ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതും കൂടി ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റ് നേരത്തോളം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 3 സവോള ഇതുപോലെ അരിഞ്ഞതും കൂടി ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേന് ഈ സവോളയുടെ കളറൊക്കെ ഒരു ഗോൾഡൻ കളറിലോട്ട് മാറുകയും ചെയ്യും. സവോള നന്നായിട്ട് വഴണ്ട് കിട്ടുകയും ചെയ്യും. സവോളയൊക്കെ ഇതുപോലെ കളർ മാറിക്കഴിയുമ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആപ്പിൾ തക്കാളി ചേർത്താൽ പുളി കുറവായിരിക്കും. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ചേർത്തിരുന്നെങ്കിലും അതിന് കുറച്ച് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൺ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പെഷ്യൽ മസാലക്കൂട്ട് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഗരം മസാലക്കൂട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം 8 ഗ്രാമ്പൂ, പിന്നെ 5 വറ്റൽമുളക്, 3 കറുവാപ്പട്ട, 3 തക്കോലം, 1 സ്പൂൺ പെരിഞ്ജീരകം, ഒരു വലിയ സ്പൂൺ മല്ലി, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക.
ഇപ്പോൾ മട്ടൺ അതിനകത്തെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. തയ്യാറാക്കി വെച്ചിരുന്ന പൊടി മുഴുവനായിട്ട് നമുക്കിതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ ഇത് നല്ല സ്പൈസി ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് മട്ടൺ കഴിക്കാനായിട്ട് താല്പര്യമില്ല, കാരണം അതിനവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ. ഗരം മസാലക്കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഞാനത് വെക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മട്ടനൊക്കെ നല്ല ഡാർക്ക് കളറിലോട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി മട്ടൺ ഇല്ലെന്നുണ്ടെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ മസാല തയ്യാറാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള മട്ടൺ വരട്ടിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.